ടാസ്കിനിടയ്ക്ക് ഇന്നലത്തെ പോലെ തന്നെ അനീഷ് എല്ലാ ബോട്ടിൽസും വലിച്ചെറിഞ്ഞ് ദേഷ്യം പിടിച്ച് നിലത്തിട്ട് ചവിട്ടി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇന്ന് അനീഷിൻ്റെ ഭാഗത്താണ് 100% മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. അനീഷ് ഇത്രയും ഷോ കാണിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്വാളിറ്റി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ്റെ 2 ബോട്ടിൽ ജ്യൂസ് മാത്രമാണ് ഇവർ റിജക്റ്റ് ആക്കാതെ എടുത്തു വെച്ചിട്ടുള്ളത്. ബാക്കി ഷാനവാസ് കൊടുത്ത എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്തു, അതേപോലെ തന്നെ അനീഷിൻ്റെയും എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്തു. അപ്പോൾ അനീഷിൻ്റെ ബോട്ടിൽസ് റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റീസൺ, അനീഷിൻ്റെ ഒരു ബോട്ടിൽ നിന്നിട്ടൊരു മുടി കിട്ടി. അതിൻ്റെ പേരിൽ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്ന ഓഫീസേഴ്സിന് എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യാം, അതിലവരെ തെറ്റ് പറയാൻ കഴിയില്ല. ഇവിടെ അനീഷാണ് ഓവർ റിയാക്ട് ചെയ്ത് സകല സാധനവും എടുത്ത് നശിപ്പിച്ചിട്ട് ഇവിടെ വ്യവസായം വളരാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെയല്ല ക്വാളിറ്റി ഓഫീസേഴ്സ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ നേരിൽ ഈ എറിഞ്ഞ സാധനത്തിൻ്റെ മേളിൽ കയറി ചവിട്ടി ആ ജ്യൂസൊക്കെ നശിപ്പിച്ച് കളയുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ അനീഷിൻ്റെ പ്രകടനം. അത്രത്തോളം ഷോ കാണിക്കേണ്ട അല്ലെങ്കിൽ അത്രത്തോളം ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യവും അനീഷിന് അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഷാനവാസിൻ്റെ ബോട്ടിൽ റിജക്റ്റ് ചെയ്തതും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. വൃത്തിയില്ല, അതിൽ പൊടി ഇരിപ്പുണ്ട്, അത് ചുളുങ്ങിയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസിൻ്റെ എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അനീഷിൻ്റെ ഒരു ബോട്ടിൽ നിന്ന് മുടി കിട്ടിയ സമയത്ത് അതെല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരവും ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്ന ഓഫീസേഴ്സിനുണ്ട്. അവരത് കറക്റ്റായിട്ട് ചെയ്തു. അതിൽ അനീഷ് ഇത്രയും ഓവറായിട്ട് ഷോ ഇറക്കി ഇത്രയും പ്രകടനം നടത്തേണ്ട ഒരാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല.